നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത്. അപ്പോൾ ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഓറക്കൽ മെസ്സേജിലേക്ക് പോവാം. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. കാർഡ്സ് വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. 3 കാർഡുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ എന്തോ കാര്യം മാറ്റി വെച്ച് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ സക്സസ്ഫുൾ ആവും നിങ്ങളെന്ന് പറയുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒബ്സസീവ് ആയിട്ട് അഡിക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ മനസ്സിലുള്ള ഭയം അത് മാറണമെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ഇവിടെ ഭൈരവനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഏത് ദൈവത്തിനാണ് വിശ്വസിക്കുന്നത് ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്. റിലേഷൻഷിപ്പിന്റെ നോക്കണം. നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താന്ന് നോക്കാം. എന്ത് എനർജിയിലാണ് വ്യക്തി ഇരിക്കുന്നത് ഇപ്പോൾ, അതാണ് നമുക്ക് നോക്കേണ്ടത്. എന്ത് എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോ ഇരിക്കുന്നത്. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഒരു കാർഡ് എപ്പോഴും പൊങ്ങി വരുന്നുണ്ട്, അതായിരിക്കും വരാൻ പോകുന്ന മിക്കവാറും. അറിയില്ല ഏത് കാർഡാന്ന് ഞാൻ നോക്കിയിട്ടില്ല. ആ കാർഡിന് പിന്നെയും വന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. 2 കാർഡുകളാണ് വന്നിട്ടുള്ളത്. 7 ഓഫ് വാൻഡ്സും പേജ് ഓഫ് പെന്റക്കിൾസും. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഭയങ്കര ഡിഫെൻസീവ് ആണ്. എന്താന്ന് വെച്ചാൽ വ്യക്തിയുടെ മനസ്സിൽ ഒരു കാര്യമുണ്ട്, ആ കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ പക്ഷെ അതിന് ഒരു എന്താ പറയാ, എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തിക്ക് ഒരു ഐഡിയ ഇല്ല ഈ കാര്യം. അതുകൊണ്ട് തന്നെ ആരോടും ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഡിഫെൻസീവ് ആവും, പിന്നെ അത് ദേഷ്യമാവും, വഴക്കാവും, അങ്ങനത്തെ ഒരു എനർജിയിലാണ്. അത് നിങ്ങളായിട്ടാണെങ്കിലും വേറെ ആരെങ്കിലും, ബന്ധുക്കളോ പേരൻസോ ആരെങ്കിലും ആയിക്കോട്ടെ, ഈ വ്യക്തി ഉടനെ ഡിഫെൻസീവ് ആവുകയാണ്. പിന്നെ അതിനെ എതിർത്ത് നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട, ഭയങ്കര മുഖം അടച്ച് പറയുന്ന പോലെ ഭയങ്കരമായ ദേഷ്യം. കാരണം ഈ വ്യക്തി ഇതിനെക്കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് എങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം തീരുമാനിച്ചത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ എങ്ങനെ ചെയ്യണം എന്നറിയില്ല. അതിനകത്ത് മറ്റുള്ളവർ ഇൻവോൾവ് ആകുന്നതും ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി. ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ നിങ്ങളുമായിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കും വ്യക്തി. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പൊ നടക്കുന്നത്, അതാണ് നമുക്ക് അറിയേണ്ടത്. വ്യക്തിക്ക് എന്തോ ഒരു വലിയ ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രെസ്സിലാണ്. എന്തോ ഒരു ഇമോഷണൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്തോ ഒരു കാര്യത്തിന് വളരെ അടുത്ത്, ചിലപ്പോ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരാളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അച്ഛനോ അമ്മയോ ആരോ, ഫ്രണ്ടോ ആരോ. അപ്പോ അതുകൊണ്ട് ഭയങ്കര സ്ട്രെസ്സിലാണ് നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്നത്. അപ്പോ ഈ വ്യക്തി ഇത് വിട്ടിട്ട് മുമ്പോട്ട് പോകണം. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ അതിനകത്ത് ഇരുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോകും. പക്ഷെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത്, ഓക്കെ അത് വിധിയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ വന്നു, അതിനെനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന നമ്മൾ സങ്കടത്തോടെ ആ ഒരു തീരുമാനം എടുത്ത, കാരണം നമുക്ക് മുമ്പോട്ട് പോകണം. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും റെഡിയല്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴും വ്യക്തി ആ പാസ്റ്റിലുള്ള കാര്യത്തിന് മുറുക്ക പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെതായ സ്ട്രെസ് ആണ് നിങ്ങളുടെ വ്യക്തിക്ക്. മനസ്സിലായോ? അപ്പോ ഇതിൽ നിന്ന് മുമ്പോട്ട് പോകാനുള്ള ഒരു
തീരുമാനമാണ് ഈ വ്യക്തി എടുക്കേണ്ടത്. അത് ഈ വ്യക്തി സമയമെടുക്കുന്നു. അത് മറ്റുള്ളവരെ ഇതിനകത്ത് ഇൻവോൾവ് ആവാനും, നിങ്ങളൊക്കെ ഈ വ്യക്തി ഇതിനകത്ത് ഈ ഒരു മൂഡിൽ നിന്ന് മാറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ഈ വ്യക്തി അതേ മൂഡിൽ തന്നെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ കുറച്ചു നാളും കൂടെ ചിലപ്പോ ഈ വ്യക്തിക്ക് ഇതിൽ എന്തോ ഒരു വലിയൊരു നഷ്ടം ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെയധികം അതാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ കിടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ വളരെ വേണ്ടപ്പെട്ട എന്തോ ഒരാളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. അതുകൊണ്ട് തന്നെ രാത്രി ഉറക്കമില്ല, ആകെ കൂടെ നൈറ്റ് മെയർസ് ഒക്കെ വെച്ചാല് എന്താ പറയാ, ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ വ്യക്തി. അപ്പൊ ഇവിടെ നിന്ന് ഈ വ്യക്തി ഇതിന്ന് വിട്ടുപോയാൽ മാത്രമേ ഈ വ്യക്തിക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു തീരുമാനം ഇതുവരെ ഈ വ്യക്തി എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ക്യാൻസർ സോഡിയാക് സൈൻ ആണ് വന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി സക്സസ്ഫുൾ ആയിട്ട് ഇറങ്ങി പോരുമോ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന്? പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. പേജ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാല് ചില സമയത്തുണ്ടല്ലോ, നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒരാള് വളരെയധികം നമ്മളുടെ ജീവിതമായിട്ട് വളരെ അടുത്തിരുന്ന ഒരാളാണ്. ആ ആള് നമ്മൾ വളരെയധികം സഹായിച്ചിരുന്ന, നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മൾക്ക് നഷ്ടപ്പെടുമ്പോ പെട്ടെന്ന് അയാളെ ആ ഒരു ചിന്തയിൽ നിന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മൾ അവരോട് എന്തോ തെറ്റ് ചെയ്യുന്ന പോലെ ചിലർക്ക് തോന്നാറുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി. കാരണം ഈ നഷ്ടപ്പെട്ട ആള് ഈ വ്യക്തിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തിയുടെ ചിലപ്പോ വ്യക്തി ഇവിടം വരെ എത്താനുള്ള കാരണം പോലും അവരായിരിക്കാം. അപ്പൊ അതൊക്കെ കൊണ്ടാണ്. അത് മാത്രമല്ല, ഈ വ്യക്തി ഇതിൽ നിന്ന് മുമ്പ് പുറത്തേക്ക് വരുമെന്നാണ് ഏസ് ഓഫ് വോൺസ് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് പുറത്തേക്ക് വരും, പക്ഷെ വ്യക്തിക്ക് സമയം വേണം. മനസ്സിലായോ? എന്ന് വെച്ചാല് ചെറുപ്പം തൊട്ടേ അറിയുന്ന ആരോ ഒരാളാണിത്. അപ്പൊ ഇവരുടെ നഷ്ടം ഞാൻ സന്തോഷിച്ചു കഴിഞ്ഞാല് അവരോട് ചെയ്യുന്ന തെറ്റല്ലേ എന്നൊക്കെ ഒരു ചിന്ത നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അപ്പൊ അതാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത്. കാരണം ഇമോഷണൽ ആയിട്ട് നാട്ടുകാർ ഈ വ്യക്തിയെ കാണുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല. വളരെ ഇമോഷണൽ ആയ ഒരാളാണ്, പക്ഷെ ഇമോഷൻസ് പുറത്ത് കാണിക്കില്ല. അപ്പൊ ഇമോഷൻസ് പുറത്ത് കാണിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഈ വ്യക്തിയുടെ വീക്ക്നെസ് ആയിട്ട് അത് കണക്കാക്കുമെന്ന് ഒരു പേടിയുണ്ട് ഈ വ്യക്തിക്ക്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കും. അപ്പൊ ഇതിങ്ങനെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോ പുറത്തുള്ളവരോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ ആരെങ്കിലും സജസ്റ്റ് ചെയ്യണം, നീ എന്താണ് ഇതിന് ഇപ്പോഴും വിട്ടില്ലേ ഇത് എന്ന് ചോദിക്കുമ്പോ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് വ്യക്തിക്ക്. അതുകൊണ്ടാണ്. അപ്പൊ വ്യക്തിക്ക് അറിയാം ഇതിൽ നിന്ന് എനിക്ക് പുറത്ത് വരണമെന്ന്. പക്ഷെ വ്യക്തി പറയുന്നത് എനിക്ക് കുറച്ച് സമയം വേണം, ഇനി ചിലപ്പോ ഒരു വർഷം കൂടി എടുക്കും. ഈ വ്യക്തി ഇങ്ങനെ ഒരു മൂഡിൽ അങ്ങ് പോകും. അത് കഴിഞ്ഞ് പയ്യെ ഈ വ്യക്തി ഇതിന്ന് പുറത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമോ എന്ന് പേടിയുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഈ വ്യക്തി തിരിച്ചു വരും, പക്ഷെ ഏകദേശം ഒരു വർഷമെങ്കിലും എടുക്കും ഈ വ്യക്തി തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. ഇത് എന്തെങ്കിലും നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയതെന്ന് പറയുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പറയില്ല ഈ വ്യക്തി. കാരണം ഇതൊരു വീക്ക്നെസ് ആയിട്ട് കണക്കാക്കുന്നതുകൊണ്ട് ഈ വ്യക്തി പറയില്ല. അതുമല്ല, ഈ വ്യക്തി ഈ ദുഃഖത്തിലൂടെ പോയി പതുക്കെ നമ്മളെ ദുഃഖം തീരണമെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ആ ദുഃഖം റീലിവ് ചെയ്യണം. അതിൽ കൂടെ പിന്നെയും പോകണം. അപ്പോ നമ്മൾ ഒരു കഥ എപ്പോഴാണ് ഒരു കഥ ഒരു രസമില്ലാതെ ആവണം എപ്പോഴാണ്? നമ്മൾ ആ കഥ കേട്ട് നമുക്ക് മതിയാവും. അതുപോലെ തന്നെയാണ് ദുഃഖങ്ങള് അനുഭവിക്കുമ്പോ നമ്മൾ ഭയങ്കരമായിട്ട് ദുഃഖിക്കും. പിന്നെ നമ്മൾ അത് ചിന്തിച്ച് അങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് ദുഃഖം ആരെങ്കിലുമായിട്ട് പങ്കുവെക്കുമ്പോൾ കുറയും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ രണ്ടാമതായ എക്സ്പീരിയൻസിൽ കൂടെ പോവാണ്. അപ്പൊ ആ വേദന കുറച്ച് കുറയുകയാണ് ചെയ്യണത്. അങ്ങനെയാണ് വേണ്ടത്. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അവസാനം അത് നമ്മളിൽ നിന്ന് പതുക്കെ അത് കുറഞ്ഞ് സമയം എല്ലാ മുറിവും ഉണക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതും അതുപോലത്തെ ഒരു മുറിവാണ്. ഒരു വർഷത്തേക്കെങ്കിലും എടുക്കും. അപ്പൊ തൽക്കാലത്തേക്ക് ഈ വ്യക്തി ഇതിനെക്കുറിച്ച് നിങ്ങളോട് തൽക്കാലത്തേക്കെന്നല്ല, ഈ വ്യക്തി നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനേ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഒരു ബന്ധമായിരിക്കാം ഇത്, അറിയില്ല. 3 ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്, തേർഡ് പാർട്ടി പോലെ കാണിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഒരിക്കലും ഇത് അറിയരുതെന്നും ഈ വ്യക്തിക്കുണ്ട്. പക്ഷെ ആരോടും സംസാരിക്കാനും പറ്റില്ല ഇതുകൊണ്ട്. അതുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തി. ഒരിക്കലും നിങ്ങളോട് ഈ കാര്യം പറയില്ല. പക്ഷെ ഒരു വർഷത്തിനുള്ളിലേ ഈ വ്യക്തി ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരുവുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളോട് ഒരിക്കലും പറയില്ല വ്യക്തി. കാരണം ഇത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലും പ്രശ്നം ഉണ്ടാക്കും,
ഈ വ്യക്തി അവരോട് ചെയ്യുന്ന തെറ്റും കൂടി ആവും. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ പോയി എന്ന് പറഞ്ഞു, മരിച്ചുപോയതാന്ന് തോന്നുന്നുണ്ട്. അതാണ് ഇത്രയും വേദന. അപ്പോ ആ ഒരു ബന്ധത്തിനെ കുറിച്ച് ഈ വ്യക്തി പിന്നീട് ഒരിക്കലും ആരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ക്യാൻസർ ആണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്യാൻസർ പൈസസ്, വേറെ ക്യാൻസർ ആണ് പിന്നെയും വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ ചിലപ്പോ ഇത് സോഡിയാക് സൈൻ സൺ സൈൻ ആവണം എന്നില്ല, മൂൺ സൈൻ ആവാം, വീനസ് സൈൻ ആവാം ഈ ക്യാൻസർ സോഡിയാക് സൈൻ കേട്ടോ. അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.